രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച ചേരും. CPIM സെക്രട്ടേറിയറ്റ് യോഗവും തിങ്കളാഴ്ച ചേരുന്നുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. രാജ്യസഭാ സീറ്റിന്റെ വിഷയം ചർച്ച ചെയ്യാനാണ് ഇടതുമുന്നണിയുടെ യോഗം തിങ്കളാഴ്ച ചേരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാജ്യസഭാ സീറ്റ് ചർച്ചയ്ക്കായി ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ചയാണ് ചേരുക. ഇന്ന് ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. സീറ്റ് സംബന്ധിച്ച് സമവായ ചർച്ച ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേരാൻ തീരുമാനമായിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മും RJDയും ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള 2 സീറ്റും ഒന്ന് CPMന് ഒന്ന് CPIക്കുമാണ് നൽകി വന്നിരുന്നത്. അത് അങ്ങനെ തന്നെ തുടരാനാണ് CPMന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം. എന്നാൽ അത് അനുവദിക്കാത്ത ഒരു സാഹചര്യം കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തുനിന്നും RJDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി യോഗം ചേരാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി തീരുമാനിച്ചെങ്കിലും നേതാക്കൾ ആരും എത്തിയിരുന്നില്ല. നേതാക്കളൊക്കെ ഡൽഹിയിലായതിനാൽ തന്നെ യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. കേരള കോൺഗ്രസ് എമ്മും RJDയും അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങുകയാണ്. ഇന്ന് നടന്ന യോഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഏതായാലും LDF യോഗം തിങ്കളാഴ്ച ചേരും. അതിനുശേഷം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും ഉണ്ടാകും. ഏതായാലും അതിനുശേഷമായിരിക്കും രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച വിവരത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അതില രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച ചേരും. CPIM സെക്രട്ടേറിയറ്റ് യോഗവും തിങ്കളാഴ്ച ചേരുന്നുണ്ട്.